ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇപ്പോഴാണ് ഒരു 4 പേര് അറിഞ്ഞു തുടങ്ങിയത്. നേരത്തെ ഈ യാത്ര എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ആദ്യം കാസർഗോഡ് തുടങ്ങി, പിന്നീട് തിരുവനന്തപുരത്തെത്തി, പിന്നീട് കണ്ണൂർ പോയി, അങ്ങനെ ഓടി നടക്കുന്ന ഒരു യാത്രയായിരുന്നു. ഈ യാത്രയിലെ ഫുൾ ക്രെഡിറ്റ്, ഇപ്പോൾ ഫേമസ് ആകാനുള്ള ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബി.ജെ.പിയുടെ IT സെല്ലിനാണ്. കാരണം അവർ പ്രിന്റ് ചെയ്ത കാർഡിൽ SC/ST വിഭാഗക്കാരും ഒന്നിച്ച് എന്നൊരു പോർഷനും, ഒപ്പം തന്നെ ബി.ജെ.പിക്ക് അവരുടെ ജാഥയിൽ ഇടയിലിട്ട ഒരു പാട്ട്, അത് കേന്ദ്ര സർക്കാരിന്റെ അഴിമതി വിരുദ്ധ ഭരണത്തിനെതിരെ ഒന്നിക്കാം എന്നുള്ളൊരു പാട്ട്, ആ പാട്ടുമാണ് ഈ യാത്രയെ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധേയമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് IT സെല്ലിന് തന്നെ കൊടുക്കണം. പക്ഷേ IT സെല്ലിന്റെ തലപ്പത്തിരിക്കുന്നത് ജയശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളും നമ്മുടെ കെ സുരേന്ദ്രനും തമ്മിൽ പണ്ട് മുതലേ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ട് വൈറലായെങ്കിലും കെ സുരേന്ദ്രന് അതങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിശദീകരണം വേണം. IT സെല്ലിൽ ഇക്കാര്യത്തിന് വലിയ വീഴ്ച ഉണ്ടായി, വിശദീകരണം വേണമെന്നൊക്കെ പറഞ്ഞ് കെ സുരേന്ദ്രൻ വലിയ വേളം വെച്ചെങ്കിലും ആരും മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാവരും പറയുന്നത് കെ സുരേന്ദ്രനല്ലേ, അങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടായിരുന്നോളും എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ IT സെൽ ഇതുവരെ തയ്യാറായില്ല. എന്നാൽ പോലും ഇതിനൊരു വിചിത്ര വാദം ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പദയാത്രയ്ക്കിടെ ലൈവ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. കാരണം ലൈവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാഹനത്തിലെ ജനറേറ്റർ കംപ്ലൈന്റ് ആയതുകൊണ്ട് ലൈവ് ബ്രേക്ക് ആയിപ്പോയി. ആ സമയം ബി.ജെ.പിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഈ പാട്ട് പ്ലേ ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ ബി.ജെ.പിയുടെ ഒഫീഷ്യൽ കേരള യൂട്യൂബ് ചാനൽ കയറി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പാട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പാട്ടെടുത്ത് ഞങ്ങൾ പ്ലേ ചെയ്തു പോയി, അപ്പോൾ ജനറേറ്ററിന്റെ ശബ്ദം കാരണം ഞങ്ങൾക്കിത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു പാട്ട് തന്നെ ഇത്തവണത്തേക്ക് വേണ്ടി ഇറക്കിയതാണെന്നും ആ വരി എഴുതിയപ്പോൾ അത് ശ്രദ്ധിക്കാനുള്ള ബോധം ആ പാർട്ടിയിൽ ആരും കാണിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അത് ന്യായീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മലപ്പുറത്തെ IT സെല്ലുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കെ സുരേന്ദ്രനെ ഞെട്ടിപ്പിച്ചത് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള ബി.ജെ.പിയുടെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാൻ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത്, ഇത് പ്രാദേശികമായി പറ്റിയൊരു അബദ്ധം മാത്രമാണ്, ഇതിനെ വലിയൊരു സംഭവമായി നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ബി.ജെ.പി പ്രചരണ കാലത്തിൽ കേന്ദ്ര സർക്കാർ വിമർശനത്തിൽ നടപടി വേണ്ടെന്നും കേരളത്തിന്റെ പ്രഭാരി കൂടിയായ ജാവ്ദേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാട്ട് വിവാദത്തിൽ ബി.ജെ.പി സംസ്ഥാന IT സെൽ ചെയർമാനെതിരെ നടപടി വേണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത്, നടപടിയൊന്നുമില്ല, ഈ പ്രശ്നം അവസാനിച്ച് നിർത്തിയേക്കാനുള്ള കാര്യം. ഒരു സംസ്ഥാനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ആൾ ആ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ തന്റെ കേന്ദ്ര സർക്കാരിനെതിരെ വന്നൊരു വിമർശനവുമായി ബന്ധപ്പെട്ടൊരു പാട്ട് പ്ലേ ചെയ്ത സമയത്ത് അത് തെറ്റായിപ്പോയി, അതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് വേണ്ട, അത് ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിച്ചു എന്ന് പ്രകാശ് ജാവ്ദേക്കറിനെ പോലെ ഒരാൾ പറയുമ്പോൾ അത് കേട്ട് മിണ്ടാതിരിക്കേണ്ട ഗതിയാണ് കെ സുരേന്ദ്രന് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, സാധാരണ എന്ത് വിഷയം വന്നാലും ആദ്യം പ്രതികരിക്കുന്ന വി മുരളീധരൻ ഇതുവരെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രസക്തമായ, ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 2013 UPA സർക്കാരിനെതിരെ തയ്യാറാക്കിയ ഗാനമാണെന്നും ഇത് അബദ്ധത്തിൽ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ചെറിയ പിഴവാണെന്നും അങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നാണ് പ്രകാശ് ജാവ്ദേക്കറിന്റെ ന്യായീകരണം. പക്ഷേ അങ്ങനെ ഒരു പാട്ട് 2013 ഈ ബി.ജെ.പി കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ന്യായീകരണത്തിന്റെ പല വഴികളാണ് പ്രകാശ് ജാവ്ദേക്കർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിവാദത്തിൽ സുരേന്ദ്രൻ വീണ്ടും പാർട്ടിക്കുള്ളിൽ തന്നെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വിവാദത്തിലെങ്കിലും കേന്ദ്ര നേതൃത്വമെങ്കിലും ഒന്ന് പിന്തുണയ്ക്കുമെന്ന് കരുതിയിട്ടെങ്കിൽ പോലും അതിന് പോലും സാധ്യതയുണ്ടായില്ല. അങ്ങനെ വെറുതെ ഒരു അധ്യക്ഷൻ എന്ന രീതിയിൽ ഒരു റബ്ബർ സ്റ്റാൻഡ് മാത്രമായി കെ സുരേന്ദ്രൻ ബി.ജെ.പിക്കുള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രചരണ തന്ത്രത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്നുള്ള വോട്ടുകളൊക്കെ ഒന്ന് സംഭരിക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി ഉള്ളത്. അതിനിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചും തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചും വല്ലാതെ ബാധിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട. ആദ്യം ബി.ജെ.പിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ തീർത്താൽ മാത്രമേ ആ പാർട്ടിക്ക് രക്ഷയുണ്ടാകൂ എന്നുള്ളതാണ് വസ്തുത. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവർക്ക് നൽകിയൊരു ഉപദേശമാണ്. നിങ്ങൾ നന്നാകണമെങ്കിൽ, ഈ പാർട്ടി നന്നാകണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അടി തീരണമെന്നുള്ള കാര്യം. എന്തായാലും IT സെല്ലിന്റെ കൺവീനർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായി. ഇനി ഈ വിഷയത്തിൽ എന്ത് ന്യായീകരണമാണ് കെ സുരേന്ദ്രൻ നൽകാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം.